ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. അപ്പം ലോങ് വർക്കുമായിട്ട് നമ്മൾ കുറച്ച് തിരക്കായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. നമ്മൾ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ലോങ് വീഡിയോ. പക്ഷേ നമുക്ക് സമയത്തിൻ്റെയും സന്ദർഭങ്ങളൊന്നും ഒത്തുവരാത്തത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ എനിക്കിപ്പോൾ ലോങ് വർക്ക് ആവുമ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവാറില്ല. ഒന്നാമത് നമ്മൾ കാസർഗോഡ് നിന്ന് വർക്കിനൊക്കെ പോകുമ്പം ഭയങ്കര ടയേർഡാവും. അതായത് ഡ്രൈവ് ചെയ്ത് അവിടെ എത്തുമ്പോഴൊക്കെ തന്നെ ഒരു സമയമായിരിക്കും. പിന്നെ ആ സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളും ഒന്നും അങ്ങനെ ലോങ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഓക്കെ. അപ്പം ഞാനിപ്പം കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത് എന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോബാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കുഞ്ഞിലേ തൊട്ട് എനിക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരുപാട് കല്യാണ വർക്ക് എടുത്തിട്ടുണ്ട്. അതായത് പ്രൊഫഷണലായിട്ട് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എനിക്കറിയാവുന്ന തരത്തിൽ മേക്കപ്പ് ചെയ്തിട്ട് ഒരുപാട് കല്യാണ ബ്രൈഡ്സിന് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറേ പേരെ എതിർത്തായിരുന്നു. അതായത് എൻ്റെ പേരൻസ് ആയാലും ഫാമിലിയത്തവരായാലും നാട്ടുകാരായാലും കുടുംബക്കാരായാലും കുറേ പേര് ഈ ഒരു ഫീൽഡിനോട് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയായാലും എനിക്കിത് പഠിക്കണം, എനിക്കിതാണ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ തന്നെ വാശി പിടിച്ചിട്ട് ഇതിൽ കയറി കൂടിയതാണ്. ഞാൻ ആദ്യം പഠിച്ചത് കാലിക്കറ്റായിരുന്നു. കാലിക്കറ്റിലുള്ള ഒരു ചെറിയൊരു പാർലർ, ലിൻഡാസ് പറഞ്ഞിട്ടുള്ള ഒരു പാർലറായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് നിർത്തി. പിന്നെ കുറച്ചും കൂടെ നല്ലത് എന്ന് ഏതാ നോക്കിയിട്ട് പിന്നെ ലക്ഷ്മി ശ്രീ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ അക്കാദമി ആയിരുന്നു പിന്നെ ഞാൻ പഠിച്ചത്. അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബേസിക്കായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. അതായത് മേക്കപ്പിൻ്റെ ആയാലും ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ആയാലും പിന്നെ ഹെയർ കട്ടിങ്ങിൻ്റെ ആയാലും ബ്യൂട്ടീഷ്യൻ പല കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടുന്നാണ് ബേസിക്കായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ഇറങ്ങിയത്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കൊച്ചി, അതേപോലെ തന്നെ മാസ്റ്റർ ക്ലാസ്, അതായത് വിജിൽ സാർ, അഭിലാഷ് സാർ, അങ്ങനെ കുറേ സുനിൽ സാർ, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ക്ലാസ്സുകൾ, അതായത് 5 ഡേയ്സിൻ്റെ 3 ഡേയ്സിൻ്റെ 1 ഡേ ക്ലാസ്, അങ്ങനെ സെമിനാർ കുറേ കാര്യങ്ങൾ പിന്നെ നമ്മൾ അറ്റൻഡ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു എന്താ പറയുക എല്ലാതും പഠിച്ചെടുത്ത് ഒറ്റയടിക്ക് ഒരു സ്ഥലത്തു നിന്ന് തന്നെ എല്ലാം പഠിച്ചതല്ല. ഇങ്ങനെ ക്ലാസ് വരുന്നതിനനുസരിച്ചിട്ട് ഓരോന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ മേക്കപ്പിൻ്റെ ക്ലാസ്സും, അതായത് എയർ ബ്രഷ് ആയാലും മാറുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റ് നോളജ് ആയാലും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കുറച്ചൊക്കെ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത്. ഞാനൊക്കെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരുപാട് പേരോട് ഞാൻ അങ്ങോട്ട് പോയിട്ട് കെഞ്ചിയിട്ടുണ്ട്, ഞാൻ ചെയ്തോട്ടെ, ഞാൻ എടുത്തോട്ടെ, റേറ്റ് കുറച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ട്, കൊളാബ് വർക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിപ്പണി പോലെ ഞാൻ കുറേ വർക്ക് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബ്രൈഡൽ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പേരോട് കൈയും കാലും പിടിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിലും എത്ര റേറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ റേറ്റ് കുറച്ചിട്ട് നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാലും നമുക്കൊരു 5-6 വർക്ക് പേജിലിടണം, അതായത് ആൾക്കാർ കാണണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എൻ്റെ അടുത്തൊന്നും ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ഒരു സ്കൂട്ടർ വെച്ചിട്ടായിരുന്നു ഞാൻ വർക്ക് എടുത്തത്. അതായത് ഏത് മഴയാണെന്നുണ്ടെങ്കിലും വെയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതൊക്കെ ഞാൻ തന്നെയായിരുന്നു. പിന്നെയാണ് നമ്മൾ കാറും കാര്യങ്ങളൊക്കെ എടുത്തത്. കാർ എടുത്തതിനൊക്കെ ഒരു വലിയ കഥകളുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഒറ്റയടിക്ക് ആരും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്ന ആൾക്കാരൊന്നും ഒറ്റയടിക്ക് ആവുന്നവരല്ല. അവർക്കൊക്കെ അതായത് അവരുടെ സ്റ്റോറിയിൽ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇപ്പം ഞാൻ മേക്കപ്പ് പഠിക്കുന്ന ടൈമിൽ എൻ്റെ പേരൻസ്, അച്ഛനും അമ്മയ്ക്കും അമ്മയായിരുന്നു കുറച്ചും കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഇത്
ചെയ്യേണ്ട, ഇതാണോ നീ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കളിയാക്കിയിട്ടുണ്ടായിരുന്നു, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് എന്താ പറയുക, എൻ്റെ അച്ഛനോടൊക്കെ തന്നെ എൻ്റെ നാട്ടുകാരായാലും കുറേ കുടുംബക്കാരായാലും ഒക്കെ എന്താ പറയുക, ഇതിന് വിടണ്ട, ഇതത്ര നല്ല ജോലിയല്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അച്ഛനെ ഇതിന്ന് അതായത് ഞാൻ ഈ പഠിക്കുന്നതിന് പിന്തിരിപ്പിക്കാനൊക്കെ കുറേ ആൾക്കാർ നോക്കിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ വിട്ട് കൊടുത്തിട്ടേ ഇല്ലായിരുന്നു. എനിക്കിതിഷ്ടമാണ്, ഈ ജോബിൽ ഞാൻ ക്ലിക്കാവും എന്നുള്ളത്. അതായത് എനിക്ക് ഈ ഒരു പണി അറിയാം, ആ അറിയുന്ന പണി ചെയ്ത് ജീവിക്കാനായിരുന്നു എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ പിന്മാറാൻ തീരെ സമ്മതിച്ചിട്ടില്ലായിരുന്നു. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഞാനിത് പഠിക്കും എന്നുള്ള കാര്യത്തിൽ തന്നെയായിരുന്നു. പിന്നെ മേക്കപ്പ് പഠിച്ചതും കാര്യങ്ങളൊക്കെ എൻ്റെ ഓൺ മണി കൊണ്ടാണ്. അതായത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചത് എൻ്റെ അച്ഛനും അമ്മേൻ്റെയും കാര്യം കൊണ്ടാണ് ഞാൻ പഠിച്ചായിരുന്നത്. പക്ഷേ ഞാൻ മേക്കപ്പ് എന്നുള്ള കാര്യം എനിക്ക് പഠിക്കാനുണ്ടായപ്പോൾ എനിക്ക് അതും കൂടെ കൂടുതൽ, അതായത് ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിൽ അത്ര അങ്ങനെ മേക്കപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല. പിന്നെ മേക്കപ്പ് നമ്മൾ വേറെ ആയിട്ട് തന്നെ പഠിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു മേക്കപ്പിൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫേഷ്യലും കാര്യങ്ങളും ത്രെഡിങ്ങും ഞാൻ അത്യാവശ്യം നന്നായിട്ട് ത്രെഡ് ചെയ്യുമായിരുന്നു. ചെറുപ്പം തൊട്ട് തന്നെ എല്ലാവർക്കും ത്രെഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അതായത് സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഞാൻ എല്ലാവർക്കും ത്രെഡ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തായിരുന്നു. അങ്ങനെ ഞാൻ ഫേഷ്യലും ഹെയർ കട്ടിങ്ങും ഹെയർ കളറിങ്ങും ഇതൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് മേക്കപ്പ് പഠിക്കാനുള്ള ഒരു എന്താ പറയുക പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഈ കോവിഡിൻ്റെ ടൈം ആയപ്പോഴാണ് ഞാനിതൊക്കെ പഠിച്ചിട്ട് ഇറങ്ങിയത്. ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാലമാണ് കോവിഡിൻ്റെ ടൈം. ആ ടൈം തൊട്ട് ഈ ടൈം വരെ ഞാൻ ഒരിക്കലും എൻ്റെ വർക്കുമായിട്ട് ഞാൻ പിന്നോട്ട്, അതായത് വർക്കിൽ നിന്ന് പിന്നോട്ട് എന്ന് പറഞ്ഞ സാധനം ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ആരൊക്കെ എന്നെ തളർത്തിയാലും തകർത്താലും തളരാത്തൊരു ടൈപ്പായിട്ട് ഞാൻ മാറി. കാരണം സ്വന്തം കയ്യിൽ പൈസ വന്നപ്പോഴാണ് നമുക്ക് ഒരുപാട് ചേഞ്ചസ് ആയിട്ട് ഉണ്ടായത്. അപ്പം അടുത്ത വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ കാറ് വാങ്ങിയ സ്റ്റോറി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത സ്റ്റോറിയിൽ നമ്മൾ പറയാം. ഓക്കെ, ബൈ.